ഞാനിത് പരസ്യമായിട്ട് നിങ്ങളിത് ടെലികാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, കേരളത്തിലെ ജ്യോതിഷികളിൽ ഏറ്റവും അറിവുള്ള, ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളിലെ പദ്യങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ അറിയാവുന്ന, ഏറ്റവും കൂടുതൽ ഹിന്ദു ആചാരങ്ങൾ അരച്ച് കലക്കി പഠിച്ചിട്ടുള്ള, ഹിന്ദു അനുഷ്ഠാനങ്ങൾ ഒരു ചെറിയ തോതിൽ പോലും തെറ്റില്ലാത്ത രീതിയിൽ പറയാൻ കഴിയുന്ന ഒരാൾ. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹൈന്ദവ വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ചെയ്യുന്നത്. പക്ഷേ 10 പൊരുത്തവും ഉത്തമമായാൽ ഇവിടെ ഒരു ദാമ്പത്യ ജീവിതവും ധന്യമാകത്തില്ല. പക്ഷെ ജ്യോതിഷത്തിലെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന, ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ചുരുക്കം ചില ആളുകളൊരാൾ ഞാനാണ്. ദിവ്യപ്രണയം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് പ്രേമിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ പ്രണയത്തിൽ കത്തടപാടുകളായിരുന്നു. കയ്യിലൊന്ന് പിടിച്ചിട്ടുണ്ടോ എന്ന് പോലും ഓർമ്മയില്ല. ചിലപ്പോൾ അറിയാണ്ട് ഇങ്ങനെ കയ്യിലെ കാണും, ഒന്ന് തൊട്ടു കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക, കരണ്ടടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കവികളൊക്കെ പറയുന്ന പോലെ മാംസനിബദ്ധമാണ്. അതിൽ പലപ്പോഴും ഈ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. ഇത് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേയും നമുക്ക് ഹോട്ടലിൽ റൂം എടുക്കാം എന്ന് പറയുന്ന നിലയിലേക്ക് ഇന്നത്തെ പ്രണയം മാറിയിട്ടുണ്ട്. പയ്യൻ ഒരു പെൺകുട്ടിയായിട്ട് പ്രേമമാവുന്നു. പ്രേമമായിട്ട് ഈ കുട്ടിയോട് ഇവൻ പറയുന്നു, ഇവനൊരു ആസ്ട്രോളജറെ പോയി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ശാന്തി മുഹൂർത്തം ഇപ്പോഴാണ്, ഇല്ലെങ്കിൽ കല്യാണം കഴിയില്ല. വിശ്വാസിയായ പെൺകുട്ടി അത് വിശ്വസിച്ചു. എന്നിട്ട് നമുക്ക് പോയി റൂം എടുത്തിട്ട് അന്ന് അവിടെ താമസിക്കാം. അപ്പോൾ ഈ കുട്ടിക്ക് എന്തോ ഒരു തോന്നലിൽ ഈ കുട്ടി എന്നെ ഒന്ന് വിളിക്കുന്നു. ഞാൻ പറഞ്ഞു അവനെ കോൺഫറൻസ് ഇടാൻ പറഞ്ഞു. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും കേട്ടോ. കോൺഫറൻസ് ഇടുന്നു. ഇവനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ആരാടാ ഇങ്ങനെ ശാന്തി മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞത്? അവരതിനെ പവിത്രമായി കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ പയ്യൻ അതിനെ അത്ര പവിത്രമായിട്ടുള്ള ഒരു സാധനമായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾക്കല്ലാതെ ഫിസിക്കൽ റിലേഷനിപ്പോൾ അത് പറഞ്ഞിട്ടങ്ങ് ചെയ്തേക്കണം. ആര് പറയും ഇവിടെ നിർബന്ധമായിട്ട് കെട്ടണമെന്ന്? നിങ്ങൾക്കല്ലാതെയും പ്രണയം കൊണ്ടുപോകൂടി. താല്പര്യം കുറഞ്ഞ് പറഞ്ഞു വിടുന്ന ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം കുളിച്ചിട്ട് വന്നപ്പോഴെന്തോ ഈ അമ്മ കണ്ടാണ് ആ കുട്ടിയുടെ ഈ മാറിടത്തിൽ ഏതോ ഒരു പയ്യന്റെ പേര് എഴുതി വെച്ചേക്കും, ടാറ്റു ചെയ്തതാണ്. ഇവൻ ഈ കുട്ടിയെ ഉപേക്ഷിച്ചാൽ ഒരു പെൺകുട്ടി അതിന്റെ ബാക്ക് സൈഡിൽ പുറത്ത് മൊത്തം അവൾ പ്രേമിക്കുന്ന പയ്യന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടെന്ന്. ഞാൻ പറഞ്ഞ മോളെ ഇത് ജ്യോതിഷമാണ്, കൊട്ടേഷൻ സംഘത്തിന്റെ ഓഫീസല്ല എന്ന് പറയും. ഇങ്ങനെ വിശ്വസിക്കുന്ന കുട്ടികളുണ്ട്. ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായത് എനിക്ക് അതുകൊണ്ട് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അവൾ ഇവനെ ഉപേക്ഷിച്ചു. മാംസനിബദ്ധത്തിലേക്ക് പോവാതിരിക്കുക. നിങ്ങൾ പ്രണയമാണെങ്കിൽ പ്രണയം കല്യാണം വരെ നിങ്ങളൊന്ന് കരുതുക. അവന്റെ മുമ്പിൽ അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ അഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ സൂയിസൈഡ് ചെയ്തോളാം. ഇപ്പൊ സൂയിസൈഡ് ചെയ്യാൻ മുഹൂർത്തമില്ല, അന്ന് ഞാൻ എടുത്തു തരാമെന്ന്. നമ്മളിപ്പോ ഇപ്പൊ ചേട്ടൻ പറഞ്ഞല്ലോ ഈ നാഡീ ജ്യോത്സ്യം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, പൂർവ്വജന്മത്തെ കുറിച്ചും ഇനി വരാനിരിക്കുന്നതിനെ കുറിച്ചും പറയാൻ സാധിക്കുമെന്നാണ് നാഡീ ജ്യോത്സ്യം അവകാശപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ ഈ നാഡീ ജ്യോത്സ്യം ശരിക്കും സത്യമാണ്? ഈ അഗസ്ത്യർ ഇത്രയും പേരുടെ ജാതകം എങ്ങനെയാണ് എഴുതുന്നത്? ഞാൻ ശരിക്കും അതിനൊരു മറുപടി, ഇപ്പം ഞാനൊരു കാര്യത്തിലൊരു മറുപടി തരുമ്പോൾ ഞാൻ ഒന്നുകിൽ അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ അതേപ്പറ്റി പഠിക്കണം. ഞാൻ കുറേ കാലമായി ആഗ്രഹിക്കുന്നതാണ് ഈ വൈത്തീശ്വരൻ കോവിലിൽ ഒന്ന് പോകണം. ശരിക്കും ഈ ഓണക്കാലത്ത് ഒരു പ്ലാനിങ് ഉണ്ട്. അവിടെ പോയി ഇത് മനസ്സിലാക്കിയിട്ട് അതേപ്പറ്റി സംസാരിക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഈ ആര് നോക്കുന്നവരെല്ലാം പഴയ രാജകുടുംബാംഗങ്ങളാണ് എന്നാണ് പറയുന്നത് ഞാൻ കേട്ടിരിക്കുന്നത്. മുഴുവൻ ആളുകളും അച്ഛനും അച്ഛമ്മ അവര് തമിഴ്നാട്ടിലായിരുന്നു. അപ്പൊ അവരിങ്ങനെ ഏതൊരു സ്വാമി വീട്ടിൽ വന്ന സമയത്ത് ഇങ്ങനെ നോക്കുകയും അങ്ങനെ എന്റെ അച്ഛൻ ഒരു പണ്ട് ഏതൊരു സ്വാമി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവർ അമ്പലത്തിൽ പോവുകയും ചെയ്തായിരുന്നു. പഴയത് എല്ലാം ഈ രാജകുടുംബം അല്ലെങ്കിൽ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാർ, രാജകൊട്ടാരത്തിലെ സ്വാമികൾ, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ ഒരാൾ എന്നോട് പറഞ്ഞത് എനിക്കറിയാത്ത കാര്യമാണ് കേട്ടോ, നമ്മളിൽ നിന്ന് തന്നെ അവർ ചോദ്യങ്ങളിലൂടെ പേരിന്റെ അക്ഷരം. അടുത്തിടയ്ക്ക് ഞാനൊരു പുസ്തകം വായിച്ചിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ അദ്ദേഹം വൈത്തീശ്വരൻ കോവിലിൽ പോയതിന് അനുഭവമുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നത് അതൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. എന്ന് വെച്ചാൽ അവര് ഇപ്പൊ പറയും ഹരിച്ചേട്ടൻ ചെന്ന് കഴിഞ്ഞാൽ ഹായിലാണോ പേര് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഹായിൽ ഒരു 10 പേര് അവർ പറയും. അവരുടെ ഒരു ഞാൻ എനിക്ക് അനുഭവമില്ലാത്ത, ഞാൻ കണ്ടിട്ടില്ലാത്ത, പക്ഷെ ഞാൻ അത് ഒരുപാട് പേര് ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ വളരെ റീസെന്റ് ഒന്ന് പോയിട്ട് എന്താണ് ഇത് എന്നൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒന്നും കൂടി ഇരിക്കേണ്ടി വരും. കാരണം എനിക്ക് അതിനൊരു ഉത്തരം തരണം. ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, ശരിക്കും ഈ നാഡീ ജ്യോത്സ്യം അല്ലാതെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് അറിയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ശരിക്കും ഈ ജ്യോതിഷം എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. നമുക്ക് ശരിക്കും അത് പഠിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മാഹാത്മ്യം നമ്മൾ മനസ്സിലാക്കുന്നത്. ജ്യോതിഷത്തിലെ ഒരു വലിയ ഭാഗം എന്ന് പറയുന്നത് ക്യാരക്ടർ സ്റ്റഡിയാണ്, സ്വഭാവങ്ങളെ പറ്റിയുള്ള പഠനം. ഒരു മനുഷ്യൻ്റെ ജാതകം നോക്കുമ്പോൾ അയാളുടെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും എന്ന് ഏകദേശം പറയാൻ ഒരു ആസ്ട്രോളജി പഠിക്കുന്ന ഒരാൾക്ക് സാധിക്കും. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇന്ററപ്റ്റ് ചെയ്തതിന് സോറി. ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നത് നമ്മൾ ജാതകം എഴുതുന്നത് നമ്മൾ ജനിച്ച സമയത്തെയും തീയതിയെയും ആസ്പദമാക്കിയിട്ടാണല്ലോ. ശരിക്കും പറഞ്ഞാൽ ആ സമയത്തെ ആസ്പദമാക്കിയിട്ടല്ല ജാതകം എഴുതേണ്ടത്. നമ്മൾ നമ്മുടെ അമ്മയുടെ വയറ്റിൽ ഭ്രൂണമായി ഉണ്ടാകുന്ന സമയമാണ്
ശരിക്കും നമ്മൾ ജനിക്കുന്ന സമയം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചില ജ്യോത്സ്യന്മാർ മാത്രമാണ് നമ്മൾ ഈ ജനിക്കുന്ന ലൈക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തും ആ ടൈമും പറയുമ്പോൾ അതുമായി കാൽക്കുലേറ്റ് ചെയ്ത് എഴുതുന്നുള്ളൂ. അങ്ങനെ എഴുതിയാലാണ് അത് ശരിയാവുള്ളൂ എന്നാണ്. ജ്യോതിഷത്തിൽ അങ്ങനെ ഒരു തർക്ക വിഷയമുണ്ട്. പുക്കിൾക്കൊടി മുറിക്കുമ്പോഴാണ് എന്നൊരു വിഭാഗം പറയുന്നു, ഒരു വിഭാഗം അണ്ടവും പുമ്പിയ ചേരുന്ന ഒരു മൂമെന്റിലാണെന്ന്. പക്ഷെ അതൊക്കെ കണ്ടുപിടിക്കാൻ നമുക്ക് ഈ സയന്റിഫിക്കായി പ്രൂവ് ചെയ്യാൻ കഴിയുന്ന മാർഗങ്ങളൊന്നുമില്ല. നമുക്ക് ആകെ പ്രൂവ് ചെയ്യാൻ കഴിയുന്ന ഒരു മാർഗം എന്ന് പറയുന്നത് പുറത്തേക്ക് വരുന്ന ഒരു ടൈം, അതും ഈ നേഴ്സ് വന്ന് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു ടൈം വെച്ചിട്ടാണ്. പക്ഷെ അതിൽ ജ്യോതിഷത്തിൽ നഷ്ടജാതകം എന്നൊക്കെ പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അങ്ങനെ ഒരു സമയം കണ്ടുപിടിക്കാൻ ഇതാണ് മാർഗം. പക്ഷെ അതും അക്യുറേറ്റ് ആണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ശരിക്കും ആസ്ട്രോളജർ പറഞ്ഞത് കറക്റ്റാണ്. കാരണം അങ്ങനെ ഒരു തർക്കം ജ്യോതിഷികൾക്കിടയിൽ ശരിക്കും നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ പല ആളുകൾ പറയുന്നതിനകത്തുണ്ട്. അതിനകത്ത് ഒരു ഉദാഹരണം കൂടി പറയാം. ഇപ്പം നമ്മൾ പണ്ടൊക്കെ ടൈം എടുക്കുന്നത്, ദുബൈയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞ്, ആ കുഞ്ഞിനെ ഇന്ത്യൻ ടൈമായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് 1.5 മണിക്കൂർ മുമ്പോട്ട് മാറ്റിയിട്ടാണ് ജാതകം എടുക്കാറുണ്ടായിരുന്നത്. പക്ഷെ അത് ശരിയല്ല. അവിടെ ഒരു കുഞ്ഞ് ജനിക്കുകയാണെങ്കിൽ അവിടുത്തെ അക്ഷാംശവും അവിടുത്തെ രേഖാംശവും വെച്ച് വേണം നമ്മൾ ഒരു കുഞ്ഞിൻ്റെ ജാതകം കൊടുക്കുക, അല്ലെങ്കിൽ തെറ്റിപ്പോവും. നാളൊക്കെ മാറും, ജാതകം കംപ്ലീറ്റ്ലി മാറും. അപ്പം അവിടുത്തെ ടൈം, പക്ഷെ പണ്ടത് എടുക്കാനുള്ള മാർഗങ്ങൾ വളരെ ചുരുക്കമായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിലോ സോഫ്റ്റ്വെയറിലോ അടിച്ചു കൊടുത്താൽ, ഈവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അവിടുത്തെ അക്ഷാംശവും രേഖാംശവും നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടുപിടിക്കാൻ മാർഗമില്ലാതിരുന്ന ഒരു കാലത്ത് എഴുതുന്നതും, അപ്പോൾ അത്രയും ആക്യുറേറ്റ് ആയിട്ട് വേണം ആസ്ട്രോളജിയിൽ ഓരോ കാര്യങ്ങൾ നടത്താൻ. ചോദ്യം ശരിയാണ്, ഇങ്ങനൊരു ചർച്ച ആളുകൾക്കിടയിലുണ്ട്. അപ്പോൾ താങ്കൾ ചോദിക്കുന്ന പിന്നെ എങ്ങനെ ഈ സ്വഭാവം ക്യാരക്ടർ ശരിയാവും അതാ. അപ്പം അതിൽ ഈ ജ്യോതിഷത്തിൽ നമ്മൾ ഈ പല ഘടകങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടാണ് ഓരോ വിഷയങ്ങളിലും അഭിപ്രായം പറയുന്നത്. അല്ലാതെ നക്ഷത്രം മാത്രം വെച്ചിട്ടൊരു അഭിപ്രായമെന്നോ ലഗ്നം മാത്രം വെച്ചിട്ടൊരു അഭിപ്രായമെന്നോ അങ്ങനെയല്ല. പല ഘടകങ്ങളെ കൂട്ടി യോജിപ്പിച്ച് ക്രോഡീകരിച്ചാണ് ഒരു അഭിപ്രായം പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നതും 100% ആ ക്യാരക്ടർ ശരിയാവണം എന്നില്ല. പക്ഷെ ഒത്തിരി ഒരുപാട് സാമ്യം, ഞാൻ പലരുടെയും ജാതകങ്ങൾ പരിശോധിച്ച് പറയുമ്പോൾ അങ്ങനെ ഒരു സാമ്യത വരാറുണ്ട്. ജ്യോതിഷം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രഡിക്ഷൻ അല്ല. പ്രഡിക്ഷൻ ആണ് എന്ന് പറയുന്നിടത്ത് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നിങ്ങളോട് ഒരാൾ വന്നിരുന്നിട്ട്, ഒരു ജ്യോത്സ്യൻ വന്നിരുന്നിട്ട് പറയുന്നു എന്ന് കരുതുക ഇതൊരു പ്രഡിക്ഷൻ ആണ് എന്ന്. അപ്പം നിങ്ങൾക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ കഴിയുന്ന ഒരു ചോദ്യം എന്താ അറിയാമോ? അപ്പം പിന്നെ എന്തിനാണ് പരിഹാരം? താങ്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിക്കും എന്നാണെങ്കിൽ പിന്നെ അമ്പലങ്ങൾ എന്തിനാണ്? അവിടെ ചെയ്യുന്ന പരിഹാരങ്ങൾ എന്തിനാണ്? ഈ ഹോമം ചെയ്യുന്നത് എന്തിനാണ്? ഈ മന്ത്രവാദം എന്തിനാണ്? കാരണം മാറ്റാൻ കഴിയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രാം തീയതി ഒരു അപകടം ഉണ്ടാകും എന്നൊരു പ്രഡിക്ഷനായിട്ട് ഒരാൾ പറഞ്ഞാൽ എന്ത് നിങ്ങൾ ചെയ്താലും അപകടം ഉണ്ടായിരിക്കണം. അപ്പോഴാണത് പ്രഡിക്ഷൻ ആകുന്നത്. അതർവൈസ് അതൊരു പ്രഡിക്ഷൻ അല്ല, അത് പ്രോബബിലിറ്റിയാണ്, സാധ്യതകളാണ്. അപ്പം ഇതൊരു പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ആ പറയുന്നവർ തന്നെ ഈ പരിഹാരം പറഞ്ഞു കൊടുക്കുന്ന അബദ്ധമായി തീരുന്നുണ്ട്. പിന്നെ എന്നോട് ഒരാളിങ്ങനെ വെല്ലുവിളിച്ചാണ് പ്രെഡിക്റ്റ് ചെയ്യുക. അപ്പം ഞാൻ വെറുതെ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് സമയം തരാം, ഞാൻ നാളെ കൊച്ചി പോകുമെന്നൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറഞ്ഞു. മറുപടിയില്ല. കാരണം ഞാൻ കൊച്ചി പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഞാൻ പോകത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. എൻ്റെ കയ്യിലുള്ള കാര്യമാണ്. അപ്പൊ ഇതൊരു പ്രഡിക്ഷൻ അല്ല, ഇത് പ്രോബബിലിറ്റീസ് പറയുന്നതാണ്. നിങ്ങൾക്ക് ജ്യോതിഷത്തെ ഒരു വഴികാട്ടിയായി ഉപയോഗിക്കാം. നിങ്ങൾ ഇവിടുന്ന് തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ, നിങ്ങൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ, നിങ്ങൾക്ക് വൈറ്റില ചെല്ലുമ്പോൾ നിങ്ങളോട് വൈറ്റിലയിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വേണമെങ്കിൽ പോവാം, നിങ്ങൾക്ക് നേരെയും പോവാം. ഇപ്പോഴത്തെ സമയത്ത് നിങ്ങൾ നേരെ പോയാൽ ആലപ്പുഴ വരെ നിങ്ങൾക്ക് ബ്ലോക്കിൽ കിടന്ന് നിങ്ങൾക്ക് മണിക്കൂറുകൾ എടുക്കും. നിങ്ങൾക്ക് നേരെ ഇവിടുന്ന് കയറി മറ്റേ നമ്മുടെ ഏറ്റുമാനൂരി എന്നിട്ട് വേറൊരു വഴിയെ കയറി മറ്റേ പൊൻകുന്നം മണിമല വഴി കയറി നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു റോഡിൽ കയറി പോവാം. അങ്ങനെ ഒരു വഴികാട്ടിയായിട്ട് നിങ്ങൾ ജ്യോതിഷത്തെ എടുത്താൽ അതാണ് ജ്യോതിഷം. അല്ലാതെ ഇപ്പം നിങ്ങൾക്ക് 12 വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് എന്നിരിക്കട്ടെ, ഒരു ജ്യോത്സ്യൻ നിങ്ങളോട് പറയാം നിങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധിക്കണം, നിങ്ങൾ അനാവശ്യമായി പൈസ ഇൻവെസ്റ്റ് ചെയ്യരുത്, നിങ്ങൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി കഠിനമായ പരിശ്രമം ചെയ്യണം, നിങ്ങൾ അലസരാകരുത്. അങ്ങനെ നിങ്ങളോട് ഒരു ആസ്ട്രോളജർക്ക് പറയാം. നിങ്ങൾ വിശ്വാസമുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, വിശ്വാസം ഇല്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് പുച്ഛിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചെലവഴിച്ച് കളയാം. ഈ പ്രോബബിലിറ്റീസ്, ഈ സാധ്യതകളാണ് ജ്യോതിഷം. നല്ലൊരു കാര്യമാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇതിനെ വേണമെങ്കിൽ നമുക്ക് പൈസ മാത്രം ഉണ്ടാക്കുന്ന ഒരു കാര്യമായി മാറ്റുകയും ചെയ്യാം. ഈ ജ്യോതിഷം അല്ലെങ്കിൽ ജാതകത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ജാതകത്തിൽ നമ്മൾ എല്ലാത്തിനെയും കുറിച്ച് പറയുന്നുണ്ടെന്നാണ്. ഇപ്പോൾ നമ്മുടെ ജനനം മുതൽ നമ്മൾ മരിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ, അത് ഹരിച്ചേട്ടൻ പറഞ്ഞ പ്രോബബിലിറ്റി ആയി ഞാൻ കണക്കാക്കാം. പക്ഷെ നമ്മൾ ഈ വിവാഹത്തെ കുറിച്ച് ഹരിച്ചേട്ടൻ ഒരുപാട് ഇന്റർവ്യൂകളിൽ സംസാരിച്ചിട്ടുള്ള ഒരു വിഷയമാണ് 10 പൊരുത്തങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് ഈ 10 പൊരുത്തങ്ങൾ? അതിൽ രാശിപ്പൊരുത്തം, രാശ്യാധിപം, വശ്യം, മാഹേന്ദ്രം, ഗണം, നക്ഷത്രയോനി, സ്ത്രീ ദീർഘം, മധ്യമരഞ്ജുവേദം എന്ന് പറഞ്ഞിട്ടാണ് 10 പൊരുത്തങ്ങൾ. അതിൽ ഓരോ പൊരുത്തത്തിനും ഓരോരോ ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് ഈ രാശിപ്പൊരുത്തം നോക്കുന്നത്, എന്തിനാണ് രാശ്യാധിപം നോക്കുന്നത്, എന്തിനാണ് വശ്യം നോക്കുന്നത്, എന്തിനാണ് മാഹേന്ദ്രം നോക്കുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്.
ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ഡെഫിനിഷൻസ് ആണ് ഇത് മുഴുവൻ. ഇത് മാത്രമാണ് ഇപ്പം ആസ്ട്രോളജേഴ്സ് നോക്കുന്നതും ഒരു വിശ്വാസി ചിന്തിക്കുന്നതും. പക്ഷെ ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങളുണ്ട്. ജ്യോതിഷത്തിൽ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഒരാളെ കല്യാണം കഴിക്കുമ്പോൾ ഒരു പദ്യമുണ്ട്, നിസ്സന്താനേ സസൂനും നിരവധികരണം നിർദ്ദയേ നിസ്വദാഠ്യേ നിസ്തൂലം വിത്തനാദം സുരുജമരുജുജഷ്മാജുഷാം ജാതകേഷു വിദ്യാവൃദ്ധം ജ വിദ്യാരഹിത ഇത് മൃതിസ്ഥാനദോഷം സമാനം എന്നൊക്കെ പറഞ്ഞൊരു പദ്യമുണ്ട്. അതായത് ദോഷസാമ്യം എന്ന് പറയുന്നത് ഒരാള് ക്യാരക്ടർ അനുസരിച്ച് അയാൾക്ക് ചേരുന്ന ഒരാളെ നിങ്ങൾ യോജിപ്പിക്കണം. ഇപ്പൊ ഒട്ടും കാരുണ്യമില്ലാത്ത ഒരാൾ, കരുണയേ ഇല്ല, അയാൾക്ക് അല്പ കാരുണ്യമുള്ളൊരു ജീവിത പങ്കാളിയെ യോജിപ്പിച്ചാൽ നല്ലതാണ്. കാരണം ഇയാൾ കാരുണ്യമില്ലാതെ ഒരാളോട് പെരുമാറുമ്പോൾ ഇപ്പുറത്തൂടെ ആ പങ്കാളി പോട്ടെ അന്നേരത്തെ ഒരു ദേഷ്യത്തിന് പറഞ്ഞാണ് അത് സോൾവ് ആയി പോകണം എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം തീർന്ന് മാറുകയാണ്. ഒരാൾ കുഞ്ഞു കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്ന ഒരാളാണ് എന്നിരിക്കട്ടെ, അയാൾക്ക് കുറച്ചുകൂടി ബോൾഡായിട്ടുള്ളൊരു ജീവിത പങ്കാളിയെ കിട്ടണം. രണ്ടുപേരോട് ടെൻഷൻ അടിക്കുന്നവരാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കൂ, അവർക്ക് ജീവിതത്തിൽ പോകാൻ പറ്റില്ല, ചെറിയ കാര്യങ്ങളിൽ പതറിപ്പോവും. ഇങ്ങനെ ഒരു കാര്യം ജ്യോതിഷത്തിലുണ്ട്. അതേപോലെ കുടുംബ പൊരുത്തം, കുടുംബങ്ങൾ തമ്മിൽ ഒന്നിച്ചു പോകാൻ കഴിയുന്നതാണോ എന്ന് നോക്കണം. വിദ്യാഭ്യാസം ഒന്നിച്ചു പോകാൻ കഴിയുന്നതാണോ എന്ന് നോക്കണം. ജോലി ഒരേപോലെ കൊണ്ടുപോകാൻ പറ്റുന്നതാണോ എന്ന് നോക്കണം. ശാരീരിക ഘടന, ഒത്തിരി തടിയുള്ള ഒരാൾക്ക് സ്കെൽറ്റ് ഒരാൾക്ക് ഒത്തിരി തടിയുള്ള ഒരാൾ, അങ്ങനെയുള്ള പല ഘടകങ്ങളുണ്ട്. അതോടൊപ്പമാണ് ഈ നക്ഷത്രപ്പൊരുത്തവും ജാതക ചേർച്ചയും ദശാസന്ധിയും ഉള്ളത്. പക്ഷെ ഇത് പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് മൊത്തം മറ്റു പൊരുത്തങ്ങൾ മാത്രമാണ്. പക്ഷെ മറ്റത് കൂടി നിന്നാൽ ഇതല്പം കുറഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷെ 10 പൊരുത്തവും ഉത്തമമായാൽ ഇവിടെ ഒരു ദാമ്പത്യ ജീവിതവും ധന്യമാകത്തില്ല. ഇതൊരു വിശ്വാസത്തിന്റെ ഭാഗമായി നോക്കുന്നു. നമ്മൾ ഇപ്പൊ കോടതിയിലെ ഒരു കണക്കെടുത്താൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഹൈന്ദവ വിശ്വാസികളാണ് ഏറ്റവും കൂടുതൽ ഡിവോഴ്സ് ചെയ്യുന്നത്. എൻ്റെ അറിവ്, ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ ഹിന്ദു വിശ്വാസം അതിൽ 10 പൊരുത്തമുള്ളവരുണ്ട്, ഇല്ലാത്തവരുമുണ്ട്, എല്ലാവരുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്ന പ്രശ്നം, ആരും പറഞ്ഞാൽ കേൾക്കാത്ത ആളുകളായി ഹൈന്ദവ വിശ്വാസികൾ മാറിയിട്ടുണ്ട്. ഇത് പറഞ്ഞു, ഇപ്പോൾ ഒരു ഇസ്ലാം മത വിശ്വാസി ഒരു ഡിവോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് അങ്ങനെ പെട്ടെന്ന് കയറി ചെയ്യാൻ പറ്റില്ല. മുത്തലാഖ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അവരുടെ പള്ളി, അവരുടെ ഉസ്താദ്, അവരുടെ പള്ളി കമ്മിറ്റി കൃത്യമായിട്ട് ഇടപെടും, കൃത്യമായിട്ട് സംസാരിക്കും. അവിടെ പരാതി കൊടുക്കാനും ഇടപെടാനുമുള്ള വകുപ്പ് അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു ക്രിസ്തുമത വിശ്വാസി ഡിവോഴ്സ് ചെയ്യാൻ പോയാൽ അവരുടെ അച്ഛന്മാർ, അവരുടെ പള്ളി കമ്മിറ്റി, അവരൊക്കെ അതിൽ ഇടപെടും. അവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട്, അവർക്ക് ഇടപെടാനുള്ള സോഴ്സ് അവർക്കുണ്ട്. ഒരു ഹൈന്ദവ വിശ്വാസി ഡിവോഴ്സ് ചെയ്യാൻ ചെന്നാൽ ആരിടപെടും? ആര് പറഞ്ഞാൽ കേൾക്കും? പറയേണ്ടവരാരെന്നറിയാവോ? ജ്യോത്സ്യന്മാരാണ്. അവർ പണമുണ്ടാക്കുന്നവരായി മാത്രം മാറുമ്പോൾ അത് പ്രശ്നമാണ്. ഈ പൊരുത്തം എന്ന് പറയുന്നത് പൊരുത്തം നോക്കൽ മാത്രമല്ല, കേവലം പ്രീ മാരേജ് കൗൺസിലിംഗ് കൂടാണ്. അത് ആ ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ സൈക്കോളജിസ്റ്റുകൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയുമെങ്കിലും അതിപ്പോൾ അവരുപയോഗിക്കുന്നത് ചിലപ്പോൾ അവർ പഠിച്ച മെത്തേഡിലായിരിക്കും. പക്ഷെ ഒരു ആസ്ട്രോളജറെ സംബന്ധിച്ച് ഒരു ദിവസം അയാൾ കേൾക്കുന്നത് നിരവധി കുടുംബങ്ങളുടെ പച്ചയായ യാഥാർത്ഥ്യമാണ്. അയാൾക്കറിയാം ഒരു കുടുംബത്തിൽ എന്താണ് പോസിറ്റീവ് സംഭവിക്കുന്നതും നെഗറ്റീവ് സംഭവിക്കുന്നതെന്ന്. ഒട്ടുമിക്ക കുടുംബങ്ങൾ എടുത്താൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10ഓ 20ഓ പ്രശ്നങ്ങളാണ് പലതരത്തിൽ ഇവരുടെയൊക്കെ കുടുംബത്തെ ബാധിക്കുന്നത്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ വിശ്വാസിയായിട്ടുള്ള ആളോട് ഈ ജ്യോത്സ്യന് സാധിക്കും. അത് പറഞ്ഞ് മനസ്സിലാക്കുന്നതിൽ നിന്ന് മാറി എപ്പോഴാണോ പണം ഉണ്ടാക്കാൻ തുടങ്ങിയത് അവിടെ മുതലാണ് ഈ ഹൈന്ദവ വീടുകളിൽ ഡിവോഴ്സ് സംഖ്യ കൂടുന്നത്. അത് മാറണം. അതാണ് പൊരുത്തം. നിങ്ങൾ പൊരുത്തം കേവലം രാശിപ്പൊരുത്തം, രാശിയാധിപം നോക്കുന്നത് മാത്രമല്ല, നിങ്ങൾ കല്യാണം എന്താണ് വിവാഹ ജീവിതം, എന്തൊക്കെയാണ് വിവാഹ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ടത് എന്ന് അവരോട് തമ്മിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കും. പക്ഷെ അവിടെ 2-3 പ്രശ്നങ്ങളാണ്. നമ്മൾ ഒന്ന് കല്യാണം കഴിക്കുമ്പോൾ നമ്മൾ ജ്യോത്സ്യനെ പോയി കാണും. പക്ഷെ അവിടെയും ആ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണോ ചെക്കനോ അല്ല ജ്യോത്സ്യന്റെ അടുത്തേക്ക് പോകുക. ഭൂരിഭാഗം സമയങ്ങളിലും അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരെങ്കിലും ആയിരിക്കും. രണ്ടാമത്തത് ഡിവോഴ്സ് ചെയ്യുമ്പോൾ ആരും ജ്യോത്സ്യനെ കാണുന്നത് കണ്ടിട്ടില്ല. ഡിവോഴ്സ് ചെയ്യുന്നത് നല്ലതാണോ തെറ്റാണോ എന്നതിനെ കുറിച്ച് ആരും സംസാരിച്ച് കണ്ടിട്ടില്ല. അപ്പോ നമുക്ക് ഈ പറയുന്ന ഈ കൗൺസിലിംഗ് എത്രത്തോളമാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ചെയ്യുന്ന കാര്യം പൊരുത്തം നോക്കി വിടും. ഞാൻ പറയാം അവരെ കൊണ്ടുവരണം എന്ന് പറയും. കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് അവർ വരണം. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചെറുപ്പക്കാർ കുറച്ച് കുട്ടികൾ എന്നോട് ഒന്ന് സംസാരിക്കുന്നത്, ഞാൻ ഒന്നുകിൽ സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചിങ്ങനെ പറയുന്നുണ്ടാവാം, ഞാനിത് പറയാറുള്ള ആളാണ്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും കല്യാണത്തിന് മുമ്പായാലും സംസാരിക്കുന്ന ആളാണ്. പക്ഷെ ഈ പറഞ്ഞതിൽ ഈ ഡിവോഴ്സിൻ്റെ കാര്യം വരുമ്പോഴും ചില ആളുകൾ എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, ഇങ്ങനെയാണ് സിറ്റുവേഷൻ. ചെറിയ പ്രശ്നമാണെങ്കിൽ നമ്മളത് പറഞ്ഞു കൊടുക്കും, വലിയ പ്രശ്നമാണെങ്കിൽ ഡിവോഴ്സ് ചെയ്തേ പറ്റുള്ളെങ്കിൽ പറഞ്ഞു കൊടുക്കും. അങ്ങനെയും ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ എല്ലാവരും ചെയ്യുന്നു എന്നല്ല. എന്തറിയോ, നമ്മളൊരു ഡിവോഴ്സിൻ്റെ പ്രശ്നം വരുമ്പോൾ നമ്മളെപ്പോഴും ഈ പാർട്ട്ണറുടെ നെഗറ്റീവുകളെ മാത്രം ഹൈലൈറ്റ് ചെയ്യും. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. നീ ഇങ്ങനെയാണ്, നീ എപ്പോഴും ഇങ്ങനെയാണ്. ചിലപ്പോൾ ഇവർക്ക് ഒത്തിരി നന്മകൾ ഇപ്പുറത്തുണ്ടാവും. ഒരു പെൺകുട്ടി മറ്റൊരു വീട്ടിൽ നിന്നാണ് ഈ ഒരു വീട്ടിലേക്ക് വരുന്നത്. ഇപ്പോഴത്തെ ഒരു കോൺസെപ്റ്റ്
പെൺകുട്ടി ആണിൻ്റെ വീട്ടിൽ വന്ന് താമസിക്കുക എന്നുള്ളതാണല്ലോ ഇപ്പോഴത്തെ മാരേജ് ഏതിൻ്റെ എടുത്താലും ഉള്ളൊരു ഇപ്പം നടക്കുന്ന രീതി. അവിടെ വരുമ്പോൾ ഒരിക്കലും ആ കുട്ടിയോട് നിങ്ങൾ പിറ്റേ ദിവസം മുതൽ നമ്മുടെ വീടിനനുസരിച്ച് മാറണം എന്ന് നിർബന്ധം പിടിക്കരുത്. കാരണം ആ കുട്ടി അതിൻ്റെ വീട്ടിൽ താമസിച്ച് അവർ അച്ഛൻ്റെ അമ്മയുടെയും മകളായി ജനിച്ച് അവരുടെ സ്വഭാവ രീതികളിൽ അവരുടെ ശിക്ഷണത്തിൽ വളർന്ന് വേറൊരു ആഹാരത്തിൻ്റെ രുചി അറിഞ്ഞ് വേറൊരു സ്മെല്ല് ഇഷ്ടപ്പെട്ട് വേറൊരു പ്രകൃതിയിൽ ജീവിച്ചൊരു കുട്ടിയാണ്. പെട്ടെന്ന് ഇവിടെ വരുമ്പം എല്ലാം നമുക്ക് അനുകൂലമായി മാറണം എന്ന് പറഞ്ഞാൽ അത് ഇമ്പോസിബിളാണ്, നമുക്ക് പറ്റില്ല. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ജോലിക്ക് അല്ലെങ്കിൽ വീട് മാറി വേറൊരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ വീടുമായിട്ട് അഡോപ്റ്റ് ചെയ്യാൻ പാടാണ്. ജോലിക്ക് പറ്റൂ, ജീവിതത്തിൽ എവിടെങ്കിലും പറ്റൂ, ഒരിക്കലും ഒരു കാര്യത്തിലും പറ്റില്ല. ഇപ്പം ക്ലൈമറ്റ് പോലും പറ്റുമോ? നമ്മൾ ഇവിടുന്ന് US ചെല്ലുമ്പോൾ അല്ലെങ്കിൽ US നിന്ന് ഇവിടേക്ക് വരുന്നവർക്ക് പെട്ടെന്ന് ഇവിടുത്തെ ഒരു രീതി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഉറക്കം അവിടെ പകൽ ഇവിടെ രാത്രിയൊക്കെ അതൊക്കെ പ്രശ്നം വരും. ഇത് പെട്ടെന്ന് വേണമെന്നൊരു പെൺകുട്ടിയോട് നിങ്ങൾ ഒരിക്കലും പറയരുത്. പ്രൈമറി ഫാമിലി എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും കുഞ്ഞുമാണ്. അത് ആ ഒരു കോൺസെപ്റ്റ് എപ്പോഴും വേണം. ഈ പെൺകുട്ടികളെ സംബന്ധിച്ച് അവർക്ക് എപ്പോഴും ഈ പ്രൈവസി ലൈഫിൻ്റെ ഒരു കാര്യമുണ്ട്. അവർക്ക് അവരുടെ ഭർത്താവ് കുഞ്ഞ് എന്ന് വെച്ചാൽ മറ്റുള്ളവർ വേണ്ട എന്നല്ല, പക്ഷെ അത് ആ ഒരു പരിഗണന എപ്പോഴും നമ്മൾ കൊടുക്കണം. വഴക്കുണ്ടാവുമ്പോൾ നീ എപ്പോഴും ഇങ്ങനെയാണ്, നീ അങ്ങനെ ചിന്തിക്കരുത്, പോസിറ്റീവിനെ ഹൈലൈറ്റ് ചെയ്യണം. അതുപോലെ ഭർത്താവിനെ സംബന്ധിച്ച് അയാളുടെ അമ്മയുടെ പ്രൈമറി ഫാമിലിയിൽ അയാളും ഉണ്ട്, പെൺകുട്ടിയുടെ അടുത്തും അങ്ങനെ തന്നെയാണ്. ആ ഒരു കോൺസെപ്റ്റ് പെൺകുട്ടികളും മനസ്സിലാക്കണം. അതാണ് ഈ ഡിവോഴ്സിലേക്ക് പോകുന്നത്. ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു ആസ്ട്രോളജിക്കൽ ലാംഗ്വേജിലിരുന്ന് ഒരു ആസ്ട്രോളജർ പറഞ്ഞു കൊടുത്താൽ കൃത്യമായിട്ടൊരു വിശ്വാസം എടുക്കുമെന്ന്. ഇത് പറഞ്ഞു കൊടുക്കുന്ന ഒരു ആസ്ട്രോളജറാണ് ഞാൻ. ഇത് പരസ്യമായിട്ട് പറയുമ്പോൾ ഇയാൾ പറഞ്ഞു തന്നിട്ടില്ലെന്ന് ആരും. ഞാൻ ഒരാളുടെ ജാതകം നോക്കിയാൽ, പൊരുത്തം നോക്കിയാൽ നിങ്ങൾ അവരെ ഒന്നിങ്ങോട്ട് പറഞ്ഞു വിടണം എന്ന് പറയാറുണ്ട്. ഒരു 80% ആളുകൾ പറഞ്ഞു വിടാറുണ്ട്, ഞാൻ സംസാരിക്കാറുണ്ട്. അതിലെനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ആ കാര്യത്തിൽ. ഓക്കെ, നമ്മളിപ്പോൾ ഈ ജാതകം നോക്കുന്നവരെ അല്ലാതെ ഈ നമ്മൾ ഈ കൈനോട്ടം അല്ലെങ്കിൽ തലവര എന്നൊക്കെ പറയുമല്ലോ, നമ്മൾ ഇതിന്റെ തലയിൽ എഴുതിയത് ഇങ്ങനെ ആയിരിക്കും നമ്മൾ പലപ്പോഴും ശപിച്ചുകൊണ്ട് പറയാറുണ്ട്. ഇതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ? അല്ല, കൈനോട്ടം ഒത്തിരി പേര് പ്രൊഫഷനായിട്ട് എടുത്തിട്ടുണ്ട്, നോക്കുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്ന കൈ ഇങ്ങനെ നമ്മൾ കുഞ്ഞിലെ ഗർഭാശയത്തിൽ കിടക്കുമ്പോൾ ഇങ്ങനെ മടക്കി വെക്കുമ്പോഴുണ്ടാകുന്ന ലൈനുകളാണ് എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞത് ഇതിപ്പോൾ ഞാൻ നമ്മുടെ ഒരു കാര്യം പറയാം. ഏത് ഹൈന്ദവ ആചാരങ്ങളാണെങ്കിലും ഏത് തരത്തിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും ഇതിനെ എപ്പോഴും നമ്മൾ അഡ്വാൻസ്ഡായിട്ട് പഠിക്കണം. നമ്മൾ അന്നിങ്ങനെ എഴുതി എന്നുള്ളത് കൊണ്ട് ഇന്നും അങ്ങനെ ചെയ്യണം എന്ന് പറയുന്നിടത്ത് ഒരു പ്രശ്നം ഉദിക്കുന്നുണ്ട്. അവിടെയാണ് ഈ പ്രോബ്ലം. ഇത് ശരിക്കും നമ്മുടെ ഋഷീശ്വരന്മാർ അവരുടെ നിരീക്ഷണങ്ങളിലൂടെ അവരുടെ ഒബ്സർവേഷനിലൂടെ അവർ കണ്ടെത്തി വെച്ച കാര്യങ്ങളെ അഡ്വാൻസ്ഡായിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളൊരു പോരായ്മ എല്ലാ മതത്തിലും ഉണ്ട്. ഹൈന്ദവ ആചാരങ്ങളിൽ ആ ഒരു പോരായ്മയുണ്ട്, എല്ലായിടത്തും ഉണ്ട് കേട്ടോ. അത് മാറ്റണം. അഡ്വാൻസ്ഡായിട്ട് നമ്മൾ പുതിയ ജനങ്ങൾക്ക്, ഈ വരുന്ന ആളുകൾക്ക് അവർക്ക് എന്താണോ ഇതുകൊണ്ട് ഗുണം എന്നുള്ളത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു വളരെ രസകരമായൊരു കാര്യം അറിയാമോ? ഞാൻ വായിച്ച് മനസ്സിലാക്കിയതാണ്. സൈക്കോളജിസ്റ്റുകൾ ഇന്ന് ഏറ്റവും അഡ്വാൻസ്ഡായിട്ട് ഡിപ്രഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന, അവരെ ഓവർകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെത്തേഡ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്ന ഒരു ടെക്നിക്കാണ്. ട്രീറ്റ്മെൻറ്റാണ്. മൈൻഡ്ഫുൾനെസ് എന്നാണ് അതിൻ്റെ പേര്. വിദേശത്തുനിന്ന് വന്നാണ്, എനിക്ക് തോന്നുന്നു US എന്നാണ് തോന്നുന്നു. പക്ഷെ അത് പഠിക്കുമ്പോൾ അവർ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റി നമ്മൾ പഠിക്കാൻ പോയാൽ ആദ്യം പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇതിൻ്റെ ഒറിജിൻ എവിടുന്നാണെന്നറിയൂ? ഹിന്ദു ഫിലോസഫി, ബുദ്ധിസം, സൂഫീസം. നിങ്ങൾ എവിടെ പോരായ്മയെന്ന് മനസ്സിലായോ? ഈ ഫിലോസഫിയിൽ ഉണ്ടായിരുന്ന കാര്യത്തെ പുറത്തുള്ള ഒരാളെടുത്ത് അവരതിനെ മോഡിഫൈ ചെയ്ത് അവരുടേതായിട്ട് അവതരിപ്പിക്കുമ്പോൾ ഇവിടെയുള്ള മണ്ടന്മാർ ഇപ്പോഴും മറ്റത് ഇങ്ങനെയാണ്, അതിങ്ങനെയാണെന്ന് പറഞ്ഞ് നടന്നാൽ അത് തെറ്റാണ്. ചിലപ്പോൾ വിശ്വസിക്കുന്നവരുണ്ടാവും, കൈയടിക്കുന്നവരുണ്ടാവും, അനുഭവമുള്ളവരുണ്ടാവും. മാറണം, നമ്മൾ അഡ്വാൻസ്ഡ് ആകണം. നമ്മൾ എപ്പോഴും മാറ്റങ്ങൾ വേണം. രാവണന് 10 തലയുണ്ട് എന്ന് പറഞ്ഞാൽ 10 തല ഇങ്ങനെ വെച്ച് പിടിപ്പിച്ച ആളാണെന്ന് ബാലേക്കാര് കാണിക്കുന്ന ആളാണെന്ന് നമ്മൾ വിശ്വസിക്കരുത്. പകരം 10 തലയുടെ ബുദ്ധിയുള്ള ഒരാളെ അവതരിപ്പിച്ചത് 10 തലയുള്ള ആൾ എന്നുള്ള നിലയിലാണ്. അയാൾക്ക് 10 തലയുടെ ബുദ്ധിയാണ്, അങ്ങനെയാണ് എടുക്കേണ്ടത്. 20 കൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദേഹം മൊത്തം കൈയുള്ള ഒരാൾ എന്നുള്ള അതിൻ്റെ അർത്ഥം 20 കൈകളുടെ ശക്തിയുള്ള ഒരാൾ. ആ കോൺസെപ്റ്റാണ് അത്. നമ്മളുടെ ഗ്രന്ഥങ്ങൾ എഴുതിയത് ഇപ്പോഴും എടുക്കാത്ത മണ്ടന്മാരോട് എന്ത് പറയാൻ പറ്റും? ഇത് മാറണ്ടേ? കാരണം നമ്മൾ ഇന്നത്തെ കുഞ്ഞുങ്ങളോട്, ഇനി വരുന്ന തലമുറയോട് സംസാരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ ഗൂഗിളാണ്, അവർക്ക് വിക്കിപീഡിയയാണ് ദൈവം. അവരതിലേക്ക് നോക്കും, ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നോക്കും. ഉണ്ടെങ്കിൽ അവർ വിശ്വസിക്കൂ, ഇല്ലെങ്കിൽ അവരതിനെ എതിർക്കും. അപ്പം അവരെ കൂടെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന നിലയിലേക്ക് നമ്മുടെ ആചാരങ്ങളിലോ നമ്മുടെ അനുഷ്ഠാനങ്ങളിലോ നമ്മുടെ മതഗ്രന്ഥങ്ങളിലോ ഒരു തെറ്റുമില്ല.
അത് അവതരിപ്പിക്കുന്നവർക്കാണ് തെറ്റ്. നിനക്ക് മരണാനന്തരം ഒരു ജീവിതമുണ്ട്, അവിടെ നിനക്ക് ഇന്ന സൗഭാഗ്യങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ, അങ്ങനെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവർ പെട്ടെന്ന് മരിക്കാൻ തോന്നും. എന്നാൽ നീ ഇവിടെ മര്യാദയ്ക്ക് ജീവിച്ചാലാണ് നിനക്കത് ഇവിടെ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇവരിവിടെ മര്യാദയ്ക്ക് ജീവിക്കാൻ പോകും ഒരു വിശ്വാസി. അങ്ങനെ ഇതിനെ പോസിറ്റീവായിട്ട് പ്രസന്റ് ചെയ്തുകൂടി? തീർച്ചയായും. ഇതാണ് എൻ്റെ പ്രസന്റേഷൻ. ഇതിനെ എതിർക്കുന്നവർക്ക് എതിർക്കാം, അനുകൂലിക്കുന്നവർക്ക് അനുകൂലിക്കാം. രണ്ടാന്നേലും ഞാൻ സംതൃപ്തനാണ്. ഓക്കെ, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് ഈ റിലേഷൻഷിപ്സിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ അതിനൊരു വാല്യൂ നഷ്ടപ്പെട്ടു തുടങ്ങിയെന്ന് ഞാൻ പറയും. കാരണം ഇപ്പോൾ ഒരിക്കലും ദിവ്യമായ പ്രണയങ്ങളിൽ വിശ്വസിക്കണം എന്ന് നിർബന്ധം പറയുന്നതല്ല, പക്ഷെ അത്രത്തോളമുള്ള ലോങ് ടേം റിലേഷൻഷിപ്സ് കുറവാണ്. അല്ലെങ്കിൽ ട്രസ്റ്റ് ഇഷ്യൂസ്, സ്വന്തം അപ്പുറത്തിരിക്കുന്ന ആളെ പോലും വിശ്വസിക്കാനുള്ള ഒരു ഇതില്ല നമ്മുടെ നാട്ടിലാർക്കും. എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇത്രത്തോളം റിലേഷൻഷിപ്പ് ഇഷ്യൂകൾ വരുന്നത്? കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ. ഒട്ടുമിക്ക ഹോട്ടലുകളും കപ്പിൾസ് ഫ്രണ്ട്ലിയാണ്. പണ്ട് ഹോട്ടൽ റൂം എടുക്കാൻ പറ്റില്ല, റെയ്ഡ് പേടിയുണ്ട്, നാട്ടുകാരെ പേടിയുണ്ട്. ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. എതിർക്കുന്നവർ പ്രശ്നക്കാരാണെന്നുള്ള നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അത് ലോകത്തുള്ള ഒന്നാകെയുള്ള മാറ്റത്തെ നമ്മളിവിടെ എടുത്തു അഡോപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. ദിവ്യ പ്രണയം എന്ന് പറഞ്ഞാൽ ഞാൻ പണ്ട് പ്രേമിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങളുടെ പ്രണയത്തിൽ കത്തടപാടുകളായിരുന്നു. ഒരു കത്ത് കൊടുത്തിട്ട് പിന്നീട് ഇതിൻ്റെ മറുപടിക്കായിട്ട് കാത്തിരിക്കുക. പിന്നെ പ്രണയം അന്ന് നമ്മളൊരു ശരിക്കും പറഞ്ഞാൽ ആ പ്രണയിച്ച കുട്ടിയുടെ കയ്യിലൊന്ന് പിടിച്ചിട്ടുണ്ടോ എന്ന് പോലും ഓർമ്മയില്ല. കാരണം അന്നത് ഭയമാണ്. ഒരുപക്ഷെ ആ കുട്ടി പിടിക്കാൻ സമ്മതിക്കത്തില്ല, അല്ലെങ്കിൽ നമുക്കിത് പിടിക്കാൻ ഭയമാണ്. വർഷങ്ങൾ മുമ്പുള്ള ചിലപ്പോൾ അറിയാണ്ട് ഇങ്ങനെ കയ്യിലെ കാണും ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ ഒരു എന്താ പറയുക കറണ്ട് അടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയില്ല. കമ്മ്യൂണിക്കേഷൻ മാർഗങ്ങൾ കൂടി. പ്രണയമൊക്കെ ഇപ്പം തന്നെ തുടങ്ങിയാൽ ഇപ്പം തന്നെ വാട്സപ്പിൽ അതിന് മറുപടി അയക്കാൻ കഴിയുന്ന പ്രണയമാണുള്ളത്. പിന്നെ ഈ കവികളൊക്കെ പറയുന്ന പോലെ മാംസനിബദ്ധമാണ്. അതിൽ പലപ്പോഴും ഈ പെൺകുട്ടികൾ ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. ഇത് നേരിട്ടറിയാവുന്ന ഒരാളാണ് കേട്ടോ. എന്നോട് ഒരുപാട് പേര് വന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് നമുക്ക് ഹോട്ടലിൽ റൂം എടുക്കാം എന്ന് പറയുന്ന നിലയിലേക്ക് ഇന്നത്തെ പ്രണയം മാറിയിട്ടുണ്ട്. ചിലപ്പോൾ അത് അവരുടെ ശരികളായിരിക്കാം. അവർ പറയുന്ന അതിനെന്താ എന്ന് ചോദിക്കുമ്പോൾ അത് അവരുടെ ശരിയായിരിക്കാം. പക്ഷെ പ്രണയിച്ച പെൺകുട്ടിയുടെ കയ്യിൽ പോലും ഒന്ന് തൊട്ടിട്ടില്ലാതെ എന്നെ സംബന്ധിച്ച് അതൊരു അത്ഭുതമാണ്. അങ്ങനെ പറയുന്ന ഉടനെ പിറ്റേ ദിവസം അങ്ങനെ ചെയ്യുന്നത്. എന്നറിയാമോ, ഈ എനിക്കൊരു കോഡ് വന്നാണ് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം വൈറലാണ്. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയായിട്ട് പ്രേമമാവുന്നു. പ്രേമമായിട്ട് ഈ കുട്ടിയോട് ഇവൻ പറയുന്നു, ഇവനൊരു ആസ്ട്രോളജറെ പോയി കണ്ടപ്പോൾ അയാൾ പറഞ്ഞു ശാന്തി മുഹൂർത്തം ഇപ്പോഴാണ്. നമ്മൾ ഈ ശാന്തി മുഹൂർത്തത്തിൽ ഒന്നായാൽ നമുക്ക് കല്യാണം നടക്കും, ഇല്ലെങ്കിൽ കല്യാണം കഴിയില്ല. വിശ്വാസിയായ പെൺകുട്ടി അത് വിശ്വസിച്ചു. അപ്പോൾ ഇവൻ ഒരു മഹാക്ഷേത്രത്തിനടുത്ത് പോയിട്ട് നമുക്ക് മാലയിടാം, എന്നിട്ട് നമുക്ക് പോയി റൂം എടുത്തിട്ട് അന്ന് അവിടെ താമസിക്കാം, ആ ശാന്തി മുഹൂർത്തം ഇന്നാണെന്ന് പറഞ്ഞൊരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്തു. അപ്പോൾ ഈ കുട്ടിക്ക് എന്തോ ഒരു തോന്നലിൽ ഈ കുട്ടി എന്നെ ഒന്ന് വിളിച്ചിട്ട് പറയുന്നു, ചേട്ടാ ഇങ്ങനൊരു സംഭവം ഉണ്ടോ? ഞാൻ പറഞ്ഞു, ആര് പറഞ്ഞു മോളെ? അത് ഇന്നാൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവനെ കോൺഫറൻസിലിടാൻ പറഞ്ഞു. നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ചാൽ കിട്ടും കേട്ടോ. കോൺഫറൻസ് ഇടുന്നു, ഇവനിങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ ചോദിച്ചു, മോനെ ആരാടാ ഇങ്ങനെ ശാന്തി മുഹൂർത്തം ഉണ്ടെന്ന് പറഞ്ഞത്? അതൊരു ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞേ? ആളുടെ നമ്പർ ഉണ്ടോ ചോദിച്ചു. ഇവൻ പെട്ടെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ ഇയാളെ ഒന്നും വിളിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവൻ കട്ട് ചെയ്ത് പോയി. ഇതെന്തുകൊണ്ടാണ് പെൺകുട്ടികൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്? ഈ ചതിക്കുന്നതിൽ പെൺകുട്ടികളുമുണ്ട്, ആൺകുട്ടികളുമുണ്ട്. പക്ഷേ ചതിക്കപ്പെടുന്ന പെൺകുട്ടികളെ സംബന്ധിച്ച് അവർ പലപ്പോഴും സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അവരിതിനെ പവിത്രമായി, ചില കുട്ടികൾ എന്നോട് പറയും, ചേട്ടാ ഞാനും അയാളുമായിട്ടൊരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായിപ്പോയി, അപ്പോൾ എനിക്കിത് പറ്റില്ല. കാരണം അവരതിനെ പവിത്രമായി കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ പയ്യൻ അതിനെ അത്ര പവിത്രമായിട്ടുള്ള ഒരു സാധനമായിട്ട് കണ്ടിട്ടുണ്ടാവില്ല. പലപ്പോഴും പൊരുത്തം നോക്കി ഒഴിവാക്കപ്പെടുന്നതുകൊണ്ട് എൻ്റെ ഫോണിൽ ഒത്തിരി വോയിസ് കിടപ്പുണ്ട്. ഭയങ്കര പ്രണയം വന്നിട്ട് ലാസ്റ്റ് കല്യാണം അടുക്കുമ്പം ഇവന്മാർ പൊരുത്തം പിടിച്ചിടും, അല്ലെങ്കിൽ ഇവന്മാർ പൊരുത്തം പിടിച്ചിടും. പൊരുത്തം ചേരത്തില്ല, വീട്ടുകാർ സമ്മതിക്കത്തില്ല. എടാ നീ പ്രേമിക്കുന്നത് പൊരുത്തം വിശ്വസിക്കുന്നവനാണെങ്കിൽ പ്രേമിക്കുന്നതിന് മുമ്പ് നീ ജാതകം എടുത്തിട്ട് ആയത് കൊള്ളാമോ കണ്ട പൊരുത്തം എന്ന് ചോദിച്ചിട്ട് പ്രേമിക്കണ്ടേ? അങ്ങനെ നീ കല്യാണം കഴിക്കാനാണെങ്കിൽ നീ പൊരുത്തം വിശ്വസിക്കുന്ന ആളാണെങ്കിൽ നോക്കിയിട്ടേ പ്രേമിക്കാവൂ. അല്ല നീ കല്യാണം വരുമ്പോൾ പൊരുത്തം നോക്കാൻ നിൽക്കല്ലേ. അതല്ല, നിനക്ക് ടൈം പാസ്സാണ്, എനിക്ക് വേറെ ചില്ല് ചെയ്യാനാണെങ്കിൽ അത് പറഞ്ഞിട്ട് അങ്ങ് ചെയ്തേക്കണം. ആര് പറയുന്നത് ഇവിടെ നിർബന്ധമായിട്ട് കെട്ടണമെന്ന്? നിങ്ങൾക്കല്ലാതെയും പ്രണയം കൊണ്ടുപോകൂടി? നിങ്ങൾക്കല്ലാതെ ഫിസിക്കൽ റിലേഷൻഷിപ്പോ ലിവിങ് ടുഗദർ അങ്ങനെയൊക്കെ റിലേഷൻഷിപ്പ് പോകുന്നുണ്ടല്ലോ. പക്ഷെ ചതിക്കപ്പെടുന്നതിൽ കൂടുതൽ പെൺകുട്ടികളാണ്. എനിക്ക് കൊച്ചു പെൺകുട്ടികളോട് പറയാനുള്ള ഒറ്റ കാര്യം, പ്രണയം നല്ലതാണ്, ഞാൻ പ്രണയിച്ചിട്ടുള്ള ആളാണ്, ഞാൻ പ്രണയത്തിന് എതിരുള്ള ആളല്ല. പക്ഷെ ഒരു ലിമിറ്റ് വെച്ചില്ലെങ്കിൽ എന്താ പറയുക, ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ താല്പര്യം കുറഞ്ഞ് പറഞ്ഞു വിടുന്ന ഒരുപാട് കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു അമ്മ എൻ്റെ അടുത്ത് വന്നാണ്. ആ കുട്ടി കുളിച്ചിട്ട് വന്നപ്പോഴെന്തോ ഈ അമ്മ കണ്ടാണ് ആ കുട്ടിയുടെ ഈ മാറിടത്തിൽ ഏതോ ഒരു പയ്യൻ്റെ പേര് എഴുതി വെച്ചേക്കുന്നു.
ടാറ്റു ചെയ്തതാണ്. ഇവൻ ഈ കുട്ടിയെ ഉപേക്ഷിച്ചാൽ പിന്നെ ഈ കുട്ടി ഇതെങ്ങനെ മായ്ക്കുമെന്ന്. ഇപ്പം മായ്ക്കാൻ അഡ്വാൻസ്ഡ് ആയിട്ട് ടെക്നോളജി ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇത് അതിന് മുമ്പുള്ള ഒരു കഥയാണ്. എന്തൊരു ഡേഞ്ചറാണ് ഈ കുട്ടി. ഒരു പെൺകുട്ടി അതിൻ്റെ ബാക്ക് സൈഡിൽ പുറത്ത് മൊത്തം അവൾ പ്രേമിക്കുന്ന പയ്യന്റെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടെന്ന്. ആലോചിക്കൂ, ഈ പയ്യൻ ഇങ്ങനെ ചെയ്യുന്ന ആൺപിള്ളേരും ഉണ്ട്. ഇത് ഇവള് കളഞ്ഞിട്ട് പോയാൽ ഇവ എന്ത് ചെയ്യും? എന്തിനാണ് അങ്ങനൊക്കെ അങ്ങോട്ട് പ്രാന്ത് പിടിച്ചിട്ട് ഈ പ്രണയം കാണിക്കുന്നത്? ഇത് നടക്കൂല്ലോ എന്നുള്ളത് സെക്കൻഡറി ആണ്. ആൺകുട്ടികളും ഉണ്ട് ചോര കൊണ്ട് എഴുതുക, ഇതൊന്നും പിന്നെ പോകത്തില്ലെന്നേ. ഇവൻ വേറെ മറ്റേ കുപ്പിച്ചില്ലുകൊണ്ടൊക്കെ ദേഹത്തെന്തോ എഴുതുന്നവരൊക്കെ ഉണ്ട്. ഇത്ര സൈക്കിക് ആയിട്ടുള്ള പ്രണയമുണ്ട്. പക്ഷേ നമുക്കൊന്നും അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ല. നമുക്ക് അങ്ങനെ സൈക്കിക് ആയിട്ടുള്ള പ്രണയം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് പ്രണയം കുറച്ചുകൂടി സ്ട്രോങ് ആണെന്നാണ് ചില ആൾക്കാർ വെറുതെ അല്ലേ? അങ്ങനെയാണോ പ്രണയം എന്ന് പറഞ്ഞാൽ? ഒരാളുടെ ശരീരത്തെ മുറിപ്പെടുത്തിക്കൊണ്ട് ഒരാളുടെ പേരെഴുതുന്നതോ ഒരാളുടെ മുഖം ടാറ്റു ചെയ്യുന്നതോ ആണോ പ്രണയം? അതാണോ പ്രണയം? എനിക്ക് അങ്ങനത്തെ പ്രണയം എനിക്കറിയില്ല. എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പഴഞ്ചനായോണ്ടായിരിക്കും അല്ലേ? വിശ്വസിക്കുന്നില്ല, പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നവർ കുറെ പേരുണ്ട്. കാര്യങ്ങളാണ്. ഒത്തിരി കുട്ടികൾ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്. ഈ വിശ്വാസി ഒരു +2 കഴിഞ്ഞിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു. ആ കുട്ടി ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേട്ടാ പിന്നെ ഒരു പെൺകുട്ടി ഇവളായിട്ട് ഇഷ്ടമായിരുന്നു, ഒരു ആൺകുട്ടി ഇവളായിട്ട് ഇഷ്ടമായിരുന്നു. ഇപ്പം അവൾക്കൊരു സംശയം എന്താ വെച്ചാൽ അവൾക്ക് ഇവളുടെ ഒരു കൂട്ടുകാരിയായിട്ട് അവന് ഇഷ്ടമാണോ എന്ന്. അപ്പം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പൊളിക്കാൻ, അവളുടെ ഒന്ന് ഉരുണ്ട് വീണ് കയ്യും കാലും ഓടിയാൻ എന്തോ ചെയ്യാതെ ആരോ പറഞ്ഞ് 5000 രൂപയ്ക്ക് ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ മോളെ ഇത് ജ്യോതിഷമാണ്, കൊട്ടേഷൻ സംഘത്തിൻ്റെ ഓഫീസല്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ വിശ്വസിക്കുന്ന കുട്ടികളുണ്ട്, ഇങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. അന്ധമായി പോകുന്നതാണ്. ഇത് രണ്ടും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് കഴിഞ്ഞിട്ട് ഒഴിവാക്കപ്പെടുന്ന ആൺകുട്ടികളെ കണ്ടിട്ടുണ്ട് കേട്ടോ. അവന്മാർ നമുക്ക് സത്യത്തിൽ എന്തിനാണ് ഈ കുട്ടി ഇവനെ ഒഴിവാക്കിയത് എന്ന് തോന്നുന്ന നിലയിൽ ഒരു പയ്യൻ അവൻ പറയുന്ന, ചേട്ടാ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഒരു കുട്ടിയുമായി ഒരു ഫിസിക്കൽ റിലേഷൻ ഉണ്ടായത്, എനിക്കതുകൊണ്ട് അവളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ അവളിവനെ ഉപേക്ഷിച്ചു. ഇവനത് പറ്റത്തില്ല. അങ്ങനത്തെ ആൺകുട്ടികളും ഉണ്ട്. അപ്പം മാംസനിബദ്ധത്തിലേക്ക് പോവാതിരിക്കുക. നിങ്ങൾ പ്രണയമാണെങ്കിൽ പ്രണയം കല്യാണം വരെ നിങ്ങളൊന്ന് കരുതുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഒഴിവാക്കപ്പെടുമ്പോൾ പിന്നെ കരഞ്ഞിട്ട് കാര്യം. അല്ലെങ്കിൽ പിന്നെ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഇത് ചെയ്യാതെ സൂയിസൈഡിൻ്റെ വക്കിലേക്ക് എനിക്ക് വരുന്ന കോളുകളിൽ വളരെ വലിയ തോതിൽ അങ്ങനത്തെ ഒരു കോളുണ്ട്. വളരെ വലിയ തോതിൽ ഇന്നത് ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. 2 കൂട്ടരുമുണ്ട്. മനസ്സിലായില്ല. ഒഴിവാക്കപ്പെട്ടിട്ട് സൂയിസൈഡ് ചെയ്യാൻ പോകാന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ തിരിച്ച് പറഞ്ഞു കൊടുക്കും, കുഞ്ഞേ അവൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ അവളുടെ മുമ്പിൽ അഭിമാനത്തോടു കൂടി തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച് കാണിച്ചു കൊടുത്തിട്ട് പിന്നെ സൂയിസൈഡ് ചെയ്തോളാം പറയും. ഇപ്പൊ സൂയിസൈഡ് ചെയ്യാൻ മുഹൂർത്തമില്ല, അന്ന് ഞാൻ എടുത്തു തരാമെന്ന് പറയും. സൂയിസൈഡ് ചെയ്യാൻ മുഹൂർത്തം പറയും തമാശ. ഞാനങ്ങനെ പറയുമ്പോൾ അവരെ തമാശയായിട്ട് എടുത്തോളൂ. ചിരിപ്പിക്കുക, അവരെ സമാധാനപ്പെടുത്തുക. ആക്ച്വലി എന്താ ആസ്ട്രോളജൈസ് ചെയ്യണ്ടേ? ഒരു ആസ്ട്രോളജിന് മുമ്പിൽ ഒരാൾ എങ്ങനെ വരുന്നത്? ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ലോട്ടറി അടിച്ചെന്ന് പറയാൻ ആരും വരത്തില്ല, ശമ്പളം കൂടി കിട്ടിയെന്ന് പറയാൻ ആരും വരത്തില്ല. എന്തിനാ വരുന്നത്? സമാധാനത്തിന്. മാക്സിമം കൊടുത്തേക്കുക, മാക്സിമം കൊടുക്കുക. ആദ്യം അവർക്ക് റിലാക്സേഷൻ കൊടുക്കുക, റിലീഫ് കൊടുക്കുക, പിന്നെ സെക്കൻഡറി ആണല്ല. അതാണ് ജ്യോതിഷം. ഇത് ഉണ്ടാക്കിയ നല്ലൊരു കാര്യത്തിനാണെന്നേ. കുറേ ആളുകൾ ഇത് ഉപയോഗിക്കപ്പെടുത്തി ഇത് മോശമാക്കുന്നതാണ്. നല്ലതിനാണ്. നിങ്ങൾക്കറിയാം, വരുന്നവനെല്ലാം പൂജ കൊണ്ടുവരട്ടെ, ഞാൻ അത് ചെയ്യാം, ഞാൻ ഇത് ചെയ്യാം. നിങ്ങളൊരു ജേർണലിസ്റ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അവിടെ തീരുന്നതേ ഉള്ളൂ. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ ചോദിക്കത്തില്ല. നിർഭാഗ്യവശാൽ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഇത് കുറച്ച് ഓർഡർ എന്നുള്ളത് നമ്മള് കൂടുതലും ഇതുമായി ഒബ്വിയസ്ലി നമുക്ക് അവരെ ഒഫൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ വരും ചില സമയങ്ങളിൽ. പക്ഷെ നമ്മൾ ഒഫൻഡബിൾ ആയി ചോദിച്ചിട്ട് അവരെ ഉത്തരം മുട്ടിക്കാൻ പിന്നെ അവരത് പബ്ലിഷ് ചെയ്യാൻ നമ്മളെ സമ്മതിക്കില്ല എന്നുള്ളൊരു പ്രശ്നം കൂടി നമ്മൾ ജേർണലിസ്റ്റിക്കലി നമ്മൾ തമ്മിൽ സംസാരിക്കുന്നു. ഞാൻ എവിടെ ചാനൽ ഇന്റർവ്യൂവിൽ പോയാലും ഒരിക്കലും ഞാൻ പറയത്തില്ല നിങ്ങൾ എന്താണ് ചോദിക്കാൻ പോകുന്നത് എന്ന് എന്നോടൊന്ന് പറയുന്നു. എന്തും നിങ്ങൾക്ക് ചോദിക്കാം. എനിക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ അറിയുമെന്നും അറിയാത്ത കാര്യമാണെങ്കിൽ അറിയത്തില്ലെന്നും പറയും. അത് പറയണം. എന്തിനാണ് ഈ ലോകത്തുള്ള എല്ലാ അറിവും നമുക്കുണ്ടെന്നും നമ്മൾ ചിന്തിക്കരുത്. അത് തെറ്റാണ്. എനിക്കങ്ങനെ ലോകത്തുള്ള ജ്യോതിഷത്തിലെ ഞാനത് പരസ്യമായിട്ട് നിങ്ങളിത് ടെലികാസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയാണ്, കേരളത്തിലെ ജ്യോതിഷികളിൽ ഏറ്റവും അറിവുള്ള, ഏറ്റവും കൂടുതൽ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളിലെ പദ്യങ്ങൾ കാണാപ്പാഠം പഠിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ശ്ലോകങ്ങൾ അറിയാവുന്ന, ഏറ്റവും കൂടുതൽ ഹിന്ദു ആചാരങ്ങൾ അരച്ച് കലക്കി പഠിച്ചിട്ടുള്ള, ഹിന്ദു അനുഷ്ഠാനങ്ങൾ ഒരു ചെറിയ തോതിൽ പോലും തെറ്റില്ലാത്ത രീതിയിൽ പറയാൻ കഴിയുന്ന ഒരാൾ ഞാനല്ല. അങ്ങനെ ഒരാൾ ഞാനല്ല. ഞാനിതിൽ പണ്ഡിതനേ അല്ല. ഞാൻ എല്ലാ ഗ്രന്ഥങ്ങളും പഠിച്ചിട്ടുള്ള ആളല്ല, എല്ലാ അറിവുള്ള ആളല്ല. അങ്ങനെയുള്ള ഒരുപാട് ജ്യോത്സ്യന്മാർ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. അവർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നിട്ട് എന്നെ പോലോ മറ്റുള്ളവരെ പോലോ ഇങ്ങനെ വളവായിൽ കാര്യങ്ങൾ പറയത്തില്ല. അവർ വളരെ ആത്മീയമായി സ്വാത്വികമായി, എൻ്റെ അച്ഛൻ, ഞാൻ കണ്ട അങ്ങനത്തെ ഒരാളാണ്, അച്ഛൻ അങ്ങനൊന്നും വന്ന് പറയത്തില്ല.
ഭയങ്കര ആത്മീയമായി ഭയങ്കര അറിവുള്ള ഒരു മനുഷ്യൻ. എൻ്റെ അച്ഛനെ പോലെ ഒരുപാട് അറിവുള്ള ഒരുപാട് ആളുകൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉണ്ട്. പക്ഷെ ജ്യോതിഷത്തിലെ പോസിറ്റീവായിട്ട് കൈകാര്യം ചെയ്യുന്ന, ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ചുരുക്കം ചില ആളുകളിൽ ഒരാൾ ഞാനാണ്. പക്ഷെ ഞാൻ പണ്ഡിതനല്ല.